മല്ലി വിത്ത് നട്ടിട്ട് പലർക്കും നിരാശയാണ് ഉണ്ടാവാറ്. എന്നാൽ മല്ലി എങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, എങ്ങനെ പരിപാലിക്കണം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് വലിയ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല, വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മല്ലി കൃഷി ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. മല്ലി വിത്ത് നേരിട്ട് മുളപ്പിക്കുകയാണെങ്കിലും അതല്ല, നമ്മൾ മറ്റൊരു പോട്ടിംഗ് ട്രേക്കകത്തോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിനകത്തോ മുളപ്പിച്ചതിന് ശേഷം മാറ്റി നടുകയാണെങ്കിലും നല്ല കട്ടിയിൽ തന്നെ വിത്ത് പാകി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ചകിരിച്ചോറൊന്ന് നനച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിർത്ത് വെച്ച മല്ലിവിത്ത് പാകി കൊടുക്കണം. 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് മല്ലിവിത്ത് മുളച്ച് കിട്ടും. ഇനി ഇത് മാറ്റി നടുമ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി, മണ്ണ്, ചകിരിച്ചോറ്, ആവശ്യത്തിന് പൂഴി അല്ലെങ്കിൽ മണൽ ചേർത്ത നല്ല ലൂസായി കിടക്കുന്ന മണ്ണിലേക്ക് നമുക്ക് മാറ്റി നട്ട് കൊടുക്കാം. മാറ്റി നട്ട് കൊടുക്കുമ്പോൾ ഓരോന്നായി പിഴുതെടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിനകത്ത് നിന്നും ഇളക്കിയെടുത്തിട്ട് വേണം മാറ്റി നടാൻ. അല്ലാതെ ഇത് വേർതിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൂട്ടത്തോടു കൂടി ഇതേപോലെ തന്നെ മണ്ണിലേക്ക് മാറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് മാത്രം നനച്ച് കൊടുക്കുക. മാറ്റി നട്ട് വേര് പിടിക്കുന്നത് വരെ ഒട്ടും വെയിൽ തട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ഒന്ന് ഷെയ്ഡ് കൊടുത്ത് സംരക്ഷിക്കുക. ഒന്നുകിൽ നമുക്ക് പച്ച കൂളിംഗ് നെറ്റ് കെട്ടി ഷെയ്ഡ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നല്ല തണൽ കിട്ടുന്ന ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ഷെയ്ഡിന് അടിയിലോ വെച്ച് നമുക്കിതിനെ സംരക്ഷിക്കാം. നല്ല രീതിയിൽ വളർന്നതിന് ശേഷം മാത്രം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. മല്ലി നല്ല രീതിയിൽ ഇതുപോലെ വളർന്ന് കിട്ടാൻ കൊടുക്കാൻ പറ്റിയ വളമാണ് ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുൻപേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജൈവ സ്ലറി 1 കപ്പ് 20 കപ്പ് പച്ചവെള്ളത്തിനകത്തേക്ക് മിക്സ് ചെയ്ത് നേർപ്പിച്ച് നമുക്കത് 15 ദിവസത്തിലൊരിക്കൽ ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നല്ല കരുത്തോടു കൂടെ മല്ലിയില വളരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ റിസൾട്ട് കിട്ടും.